നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ തമ്മിൽ നേരിട്ട് ആദ്യമായിട്ട് സംസാരിക്കാൻ അതെ, അതെ. എന്തായാലും സന്തോഷമുണ്ട് സാറിനോട് സംസാരിക്കുന്നതിൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് തന്നെ വിശകലനം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് മുൻ മന്ത്രി ജി സുധാകരൻ CPM-നെ നിരന്തരമായി തീരാത്ത തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള അർഹത അദ്ദേഹം സ്വന്തം കർമ്മത്തിലൂടെ നേടിയെടുത്തിട്ടുണ്ട്. സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതം. അതെ. കേരളത്തിലെ പൊതുമരാമത്ത്, രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒട്ടും അഴിമതി തീണ്ടാത്ത, ഒരുപക്ഷെ കേരളത്തിലെ എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും ഇത്രയേറെ ഭയപ്പെട്ടിരുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ധാർമ്മികമായ രാഷ്ട്രീയ ജീവിതം കൊണ്ട് ഇപ്പോൾ അതുമായി യാതൊരു തരത്തിലും ആ ഒരു സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു പുതിയ നേതൃത്വം ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ സ്വന്തം പാർട്ടിയിലും ഗവൺമെൻറ്റിലും അധികാരത്തിലിരിക്കുമ്പോൾ സുധാകരൻ്റെ ഓരോ വാക്കുകൾക്കും വലിയ പ്രഹരശേഷിയുണ്ട്. എന്നാൽ സുധാകരനെ എങ്ങനെയെങ്കിലും ഈ ശല്യം ഒന്ന് ഒഴിവാക്കി പാർട്ടിയിൽ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് സജി ചെറിയാനും തൊട്ട് H. സലാമും R. നാസറും വരെയുള്ളവർ. പക്ഷെ അത് സംഭവിക്കുകയില്ല എന്ന് സുധാകരനെ മനസ്സിലാക്കി എല്ലാവർക്കും അറിയുകയും ചെയ്യാം. മരണം വരെ ഒരുപക്ഷെ ഒരു നിർണായകമായ ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ പോലും സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങിക്കൊടുത്തതുപോലെ വഴങ്ങുന്ന ഒരു സിംഹമല്ല ജി സുധാകരൻ എന്ന് വേണം കരുതാൻ. എങ്ങനെയാണ് പുതിയ സംഭവവികാസങ്ങളെ സാറ് കാണുന്നത്? ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ ഇന്ന് ലോകം മുഴുവൻ മാറ്റത്തിൻ്റെ ഗതിയില്ല. കേരളം ആ മാറ്റത്തിനോട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട ലക്ഷണം പോലും നടിച്ചിട്ടില്ല. സുധാകരനിൽ നിന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മലയാളി നേരിടുന്ന സമസ്ത വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം തന്നെ മാഷ് പറയുകയുണ്ടായി, സുധാകരൻ നേടിയ ധാർമ്മികമായ കർമ്മം കൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഈ ഒരു ശക്തിയുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് CPM പോലെ ഇത്രയും വലിയ കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ പോലുള്ള ശക്തനായ നേതാവ് ഭരിക്കുന്ന നാട്ടിൽ ഇത്രയും വലിയൊരു നേതാക്കളുള്ള ബുദ്ധിജീവികൾ അവർക്ക് മാത്രമേ ഉള്ളൂ താനും. ഇതിനകത്ത് ഈ കേരളത്തിൽ നിന്ന് സുധാകരൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുന്നു. അത് കേൾക്കാൻ കാരണം അറിഞ്ഞോ അറിയാതെയോ മനുഷ്യനിലുള്ള, അല്ലെങ്കിൽ അബോധമായി കിടക്കുന്ന മനുഷ്യനിലുള്ള ഈ ധാർമ്മികതയിലുള്ളൊരു സ്നേഹമാണ്, ഒരു കൂറാണ്. അത് സുധാകരനിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 75, ഇപ്പം എനിക്കൊന്ന് അദ്ദേഹം 80 വയസ്സിനടുത്തായിക്കണം. ആ 80 വയസ്സുള്ള ഈ ചെറിയ മനുഷ്യൻ്റെ അടുത്ത് ആ ശബ്ദത്തിന് ഇത്ര വലിയ ഉയരം വരാൻ കാരണം ഈ ഒരൊറ്റ കാരണമാണ്. ഇത് മലയാളിക്ക് ഉള്ള മലയാളി തേടുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയാണ് തേടുന്നത്. വ്യക്തിബന്ധങ്ങളിൽ പോലും, ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പോലും ഈ ഒരു അംശത്തെയാണ് പരസ്പരം തേടുന്നത്, പക്ഷേ കിട്ടുന്നില്ല. ഇപ്പോൾ ഈ രാഷ്ട്രീയമായ നമ്മുടെ ഈ ഡിബേറ്റ് പോലും നമ്മുടെ വ്യക്തിബന്ധങ്ങളെ, ഇപ്പം കുടുംബ സദസ്സുകളിലാണല്ലോ ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ അത് പോലും വ്യക്തിബന്ധങ്ങളെ പോലും ഈ CPM ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പുരോഗമനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ സാംസ്കാരിക ഘടകം, അതിൻ്റെ DNA ഓരോ വ്യക്തിയെയും, ഇപ്പം മാഷിനെ എന്നെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ട്, എന്തുകൊണ്ട് സുധാകരൻ്റെ വാക്ക് ഈ പ്രസ്ഥാനത്തിന് ഇത്രയും വലിയൊരു പ്രശ്നമാകുന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർത്തിയാണ് അധികാരം. ഈ സുധാകരൻ എന്തെങ്കിലും രീതിയിൽ അവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ ഉടനീളം ഉണ്ടാവും. അമ്പലപ്പുഴയും ആലപ്പുഴയും ഒക്കെ മാറ്റമറിച്ചിലുണ്ടാവും. 1 or 2 സീറ്റിൻ്റെ പേരിൽ അധികാരം പോകും എന്നുള്ളൊരു സംഗതി. പിന്നെ മൂന്നാമത്തെ സംഗതി ഞാനത് കാണുന്നത്, ജി സുധാകരൻ അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പം ഇടിഞ്ഞു വീഴാത്ത പാലങ്ങളാണെങ്കിലും ചീത്തയാകാത്ത റോഡുകളാണെങ്കിലും ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ്, അദ്ദേഹത്തിന് യാതൊരു അഴിമതി, 5 പൈസ അഴിമതി അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അതൊരു എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു വ്യക്തിയാണ് ജി സുധാകരൻ. പക്ഷേ അദ്ദേഹം നല്ല വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ പിന്നെ മൂടി നിൽക്കുന്ന ഒരു ഘടകമുണ്ട്, ക്ഷോഭം, വൈകാരിക വിക്ഷോഭം. അതേപോലെ തന്നെ ഈ സ്വന്തം വികാരങ്ങളുടെ മേൽ നിയന്ത്രണമില്ലായ്മ. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ആ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെലുത്തിയ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണത്. അദ്ദേഹത്തിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. 80 വയസ്സായിട്ടും ഈ ഭൂമിയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ ക്ഷോഭമില്ലാതെ പറയാൻ പറ്റുന്നില്ല. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ കണ്ടിരണം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ക്ഷോഭം വരില്ല, അല്ലേ? വൈകാരികമാണ്. ഇപ്പോൾ ഒരു ന്യൂറോ സർജറി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ക്ഷോഭം വരില്ല. കാര്യം അദ്ദേഹം വളരെ സൂക്ഷ്മതയുടെ കാര്യങ്ങൾ കാണുന്നു, ചെയ്യാനുള്ളത് ചെയ്യുന്നു. അതിനേക്കാൾ സൂക്ഷ്മമാണ് സാമൂഹ്യശാസ്ത്രം, അല്ലേ? ഒരു ന്യൂറോ സർജന്റെ മുമ്പിൽ സൂക്ഷ്മമായ അല്ലെങ്കിൽ സൂക്ഷ്മദർശിനികൾ കൊണ്ടുള്ള ഞരമ്പുകൾ വരെ കാണാൻ പറ്റും. പക്ഷേ സാമൂഹ്യശാസ്ത്രം അതിനെക്കാട്ടി മുകളിൽ നിൽക്കുന്ന സാധനമാണ്. ക്വാണ്ടം സയൻസിനെക്കാട്ടി മുകളിലാണ് സാമൂഹ്യശാസ്ത്രം നിൽക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ
സുധാകരന് ആ ഒരു തലത്തിൽ ഇതിനെ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വ്യക്തി, അഴിമതി ഇതിൻ്റെ വെള്ളാത്ത, അതല്ലെങ്കിൽ പിന്നെ പിന്നെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം മാന്യത പുലർത്തുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും മാന്യത പുലർത്തുന്ന, ഏതൊരു സ്ത്രീക്കും ധൈര്യപൂർവ്വം അടുത്ത് ചെല്ലാൻ കഴിയുന്ന ഇത്രയും നല്ലൊരു വ്യക്തിക്ക് പോലും ഈ പ്രസ്ഥാനത്തിനകത്തും അല്ലെങ്കിൽ കേരളത്തിനകത്തും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വികാര വിക്ഷോഭങ്ങൾ കടിപ്പെട്ടേ പറ്റുന്നു. അത് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ സാധനം. അദ്ദേഹം ഉറപ്പായിട്ടും പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നുണ്ടാവും. ഉണ്ടാവണം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളോട് ചെറിയ വിയോജിപ്പ് ഞാൻ പറഞ്ഞോട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ നിർവികാരമായി തീരുമ്പോൾ അത് യാന്ത്രികമായി തീരുന്നു എന്നൊരു ആരോപണമുണ്ട്, പ്രധാനപ്പെട്ട കാര്യം. വേറൊന്ന്, ഇൻവോൾവ്മെന്റ് ഇല്ലാതാവുമ്പോൾ നമുക്ക് നിർവികാരനാവാൻ പറ്റും, അല്ലെങ്കിൽ വസ്തുനിഷ്ഠത എന്നൊക്കെ പറയുന്ന ഒരു ക്വാളിറ്റിയെ നമുക്ക് പറയാൻ പറ്റും. വ്യത്യാസം സാറ് പറഞ്ഞ വളരെ പ്രകടമാണ്. ആയിരക്കണക്കിന് രോഗികളെ ഒരു ന്യൂറോ സർജൻ കൈകാര്യം ചെയ്യുമ്പോൾ അയാളത് ബാധിക്കുന്നേ ഇല്ല, അയാളെ കർമ്മം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് വളരെ നിർവികാരമാണ്. പക്ഷേ ഒരു സാമൂഹ്യ വിപ്ലവം എത്ര ചെറുതാണെങ്കിൽ പോലും അത് ഗൗരവമായിട്ട് കാണുന്ന ഇൻവോൾവ് ആയ ഒരാൾക്ക് വികാരത്തോടെ അല്ലാതെ, തൻ്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അതിൽ ഇടപെടാൻ പറ്റുമോ എന്ന സംശയമുണ്ട്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, നമ്മൾ ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന ചീത്ത വാക്കുകളിൽ ഒന്നാണ് അദ്ദേഹം വൈകാരികമായി പെരുമാറുന്നു, വിചാരത്തിന് വഴിമാറണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് പലപ്പോഴും മനുഷ്യൻ്റെ പക്ഷത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അതിനോട് രണ്ടിനോടും യോജിപ്പ് വന്നാറുണ്ട്. വികാരം മനുഷ്യന് വിചാരം പോലെ ആവശ്യമുള്ളൊരു സാധനമാണ്. എനിക്ക് സാറിനോട് ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ഒരു യന്ത്രം എന്ന് വിളിക്കുന്നതാണ് നല്ലത്. കാമം തോന്നേണ്ടത് നേരത്ത് കാമം തോന്നിയില്ലെങ്കിൽ അവനെ കൊള്ളരുതാത്തവൻ ഷണ്ടൻ എന്നാണ് വിളിക്കുക. ഞാൻ പറയുന്നത്, വികാരം വിശപ്പ് തോന്നുന്ന നേരത്ത് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല, അന്നേരത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ കറക്റ്റ് മാഷ് പറഞ്ഞാണ് മൗലികമായ കുഴപ്പമുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, ഞാൻ മനസ്സിലാക്കുന്ന സാധനം ഇത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഒരു ന്യൂറോ സയൻസിനേക്കാൾ വളരെ സൂക്ഷ്മമാണ് സാമൂഹിക ശാസ്ത്രം എന്നുള്ളത്. ഇപ്പോൾ വിശപ്പ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ്, നമ്മുടെ ഇൻ്റലിജൻസിനെ അത് അലർട്ട് ചെയ്യുകയാണ്. വിശപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിലെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. സയൻസാണ്. അപ്പോൾ അത് വികാരത്തിൻ്റെ പുറത്താണ്. വികാരമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ സംസാരിക്കുന്ന വിഷയത്തിലും വികാരങ്ങളുണ്ട്. ഞാൻ സാറിന് ഒരു കൂട്ടത്തിൽ ഒരു സപ്ലിമെൻ്ററി ആയിട്ട് ഞാൻ ദൃശ്യം പറയാം. മലയാളത്തിൽ മരിച്ചുപോയ തിരക്കഥാകൃത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം എനിക്കൊരു ദിവസം ഒരു ചിത്രം അയച്ചു തന്നു. ആ ചിത്രം അയക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു. എടാ, 40 ദിവസം മുമ്പ് മരിച്ചുപോയ ഒരാളുടെ മുഖം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് കാണണം എന്ന് ചോദിച്ചിട്ട് അയച്ചു തന്നു എന്ന് ചോദിച്ചു ആദ്യം. അപ്പോൾ ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇപ്പോൾ അയക്കാം. അടുത്ത സെക്കൻഡിൽ ഒരു ചിത്രം വന്നു. ദയവായി ഞാൻ എന്നോട് പേര് ചോദിക്കരുത്. ഇന്ന് മലയാളം നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റിയുടെ മുഖമായിരുന്നു അത്. അടുത്ത സന്ദേശം ഇങ്ങനെയാണ്: 40 ദിവസം മുമ്പ് മരിച്ചുപോയ ഒരാളുടെ മുഖം എന്ന് പറഞ്ഞാൽ അതിനെയാണ് സാറ് പറയും പോലെ മരമോന്ത പോലെ നിർവികാരമായി നിൽക്കുന്ന, ഒന്നിലും ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത, യന്ത്രം പോലെ സഞ്ചരിക്കുകയും യന്ത്രം പോലെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയെ വിളിക്കാൻ കൊള്ളാത്തൊരു പേര് മനുഷ്യൻ എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞത് വികാരം വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് മാഷിപ്പ് തായമ്പകയ്ക്ക് പോയിട്ട് തായമ്പക എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ കാലമാണ്. പതുക്കെ കയറി കെട്ടി കൊട്ടി, അതായത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെയും കല്ലൂർ രാമൻകുട്ടിയുടെയും തായമ്പക കാണണം, അട്ടിച്ച് പൊളിക്കും. ലാസ്റ്റിൽ ഇത് അവസാനിക്കുന്ന സമയത്ത് കോല് വന്ന് വീഴും. എന്നിട്ട് അതോടുകൂടി ആ പരിപാടി അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നടന്നു പോകുന്ന മനുഷ്യർ നോക്കണം, ഓരോ മനുഷ്യൻ്റെയും കാലൊച്ച കേൾക്കാൻ പറ്റും. കാര്യം അത്രയ്ക്ക് സൈലൻസ്, ശബ്ദത്തിലൂടെ സൈലൻസ് സൃഷ്ടിക്കാൻ പറ്റണം. അവിടെയാണ് വികാരത്തിൻ്റെ പ്രത്യേകത. ആ വികാരം മുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്, സൈലൻസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ഊർധ്വം ആയിരിക്കണം, അധോഗതി ആയിരിക്കരുത്, ഊർധ്വഗതിയിലേക്ക് കൊണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ വികാരം മുഴുവൻ അതിന് ഫീൽ ചെയ്യണം. അവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരാളിപ്പം മാഷിപ്പോൾ എൻ്റെ അടുത്ത് ക്ഷോഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഉള്ളിൽ ഒരു സുനാമി പൊട്ടിയിരിക്കുന്നു എന്ന അറിവ് എന്നിൽ വരികയാണെങ്കിൽ തിരിച്ച് ഞാൻ അതുപോലെ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹമായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന വികാരം സ്നേഹമാണ്. ഈ വികാരത്തിന് ഞാൻ എടുത്ത് ഉപയോഗിക്കണം. ഇതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വികാരമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. കറക്റ്റാണ് സാറിന്. ഇപ്പോൾ ഈ ജി സുധാകരൻ എന്ന പോരാളിയെ വിശകലനം ചെയ്യുന്നതിൻ്റെ ഈ ശാസ്ത്രീയമായ വിശകലനം കറക്റ്റാണ്. കാര്യം മലയാളി നേരിടുന്ന പ്രശ്നം ഇതാണ്. അതെ, എൻ്റെ എനിക്ക് സാറിനോട് ഒരു ഇത്തരത്തിലുള്ള വിശകലനങ്ങളിലെ ഒരു വിദഗ്ധൻ എന്ന നിലയിൽ അങ്ങയോട് ഞാൻ ചോദിക്കുന്നത്, എന്തായിരിക്കും ഈ പോക്കിൻ്റെ ഭാവി? സുധാകരൻ്റെ ഭാവിയും CPM-ൻ്റെ ഭാവിയും, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ഭാവി
ഈ ഇതിനകത്ത് ആലപ്പുഴയിലെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി മിക്കവാറും സുധാകരന് അവിടെ നല്ല സ്വാധീനമുണ്ട്. ഒന്നാമത് പല രീതിയിൽ സുധാകരന് സ്വാധീനമുണ്ട്. സുധാകരൻ പറയുന്നത് എന്തൊക്കെ തന്നെ വൈകാരികമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിനകത്ത് കണ്ടന്റ് ഉണ്ടാവും. യെസ്, അതാണ് ധാർമ്മികത പ്രശ്നം വരുന്നത്. അദ്ദേഹത്തിന് ഈ പെട്ടെന്ന് ഈ പോക്കറ്റിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യം പുള്ളിക്കില്ല. ഇല്ല. പിന്നെ ക്ഷിപ്ര ഗോപിയുമാണ്, അതേപോലെ ക്ഷിപ്ര പ്രസാദിയുമാണ്. ഇതൊക്കെയാണ് ഇതുകൊണ്ടാണ് ഈ വരുന്ന സാധനം ശുദ്ധതയുടെ ലക്ഷണം. ശുദ്ധതയുടെ ലക്ഷണം. പക്ഷെ അത്ര ഒരു ശുദ്ധതയല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത് എന്നാണോ, പുതിയ പൊളിറ്റിക്സിന് ആവശ്യമുള്ളത് എന്നാണോ? മനുഷ്യന് ആവശ്യമുള്ളതല്ല ശുദ്ധത. കാര്യം നമ്മുടെ ആ ശുദ്ധത എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിലേക്കാണ് നോക്കുന്നത്. അത് നമ്മളിലേക്ക് നോക്കിയിട്ട് ആ ശുദ്ധതയാണോ വേണ്ടത്, നമ്മളൊരു സാഹചര്യത്തെ എങ്ങനെ കാണണം എന്നുള്ളതിൻ്റെ കാഴ്ചയാണോ വേണ്ടതെന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ആ കാഴ്ചയിലാണ് ഇപ്പം നമ്മളിപ്പം വണ്ടി സുന്ദരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ വളരെ കൃത്യമായിട്ട് ഓടിച്ചു പോവുകയാണ്, ഒരു കുഴപ്പമില്ല, കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഡ്രൈവിങ്. പക്ഷെ നമ്മൾ എതിരെ വരുന്ന വാഹനങ്ങളെ മറ്റേതിനെയൊക്കെ നോക്കി കണ്ട് കറക്റ്റ് ഡൈനാമിക്സ് വേണം. ഈ ഡൈനാമിക്സ് നമ്മൾ പിന്നെ സ്വായത്തമാക്കുന്നതനുസരിച്ചിട്ടാണ് വണ്ടിയുടെ നിയന്ത്രണം ഇരിക്കുന്നത്, മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകാതിരിക്കുന്നത്. ഇതല്ലേ സാറേ വിഖ്യാതമായൊരു ആക്ഷേപം, പൊളിറ്റിക്സ് ഈസ് പോളിട്രിക്സ്. കറക്റ്റ്. അതിൻ്റെ അന്ത്യം കുറിക്കുന്ന നാളുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ താങ്കൾ മാഷ് ചോദിച്ചല്ലോ, ഇപ്പോൾ ഈ അടുത്ത എന്തായിരിക്കും ഇലക്ഷൻ അല്ലെങ്കിൽ CPM-ൻ്റെ അവസ്ഥയെന്ന്. ഇത് CPM ഈ തകരണമെന്ന് എനിക്ക് താല്പര്യമില്ല. കേരളത്തിൽ തകരാൻ പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തകർന്നു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഭ്രാന്താലയങ്ങളുടെ തുറന്നു വിടുന്നത് പോലുള്ള ഒരു അവസ്ഥയായിരിക്കും. കാര്യം അത്രയ്ക്ക് ക്രിമിനലൈസേഷൻ നടന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിനകത്ത്. അത് ഇന്നൊരു കെട്ടുറപ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് മലയാളിക്ക് അപകടം. കെട്ടുറപ്പ് എന്ന് വിളിക്കുമ്പോഴും ഓർഗനൈസേഷനിലായ പെരിഫറലായ ഒരു കെട്ടുറപ്പിനകത്ത് ആശയപരമായ ഒരു ദൃഢതയുണ്ടോ? ഇല്ല. അതിനകത്ത് ഈ പറഞ്ഞ വൈകാരികമായ ഒരു ഐക്യമുണ്ടോ? ഇല്ല. ഇങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു അസ്ഥിപഞ്ജരമായിട്ട് ഒരു സംഗതി നിലനിൽക്കുന്നതിനേക്കാളും നല്ലത് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒട്ടേറെ രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ ഒരു സമ്പൂർണ്ണ പതനത്തിന് ശേഷം അധികാരഭ്രമമില്ലാത്ത, പാർലമെൻ്ററി വ്യാമോഹമില്ലാത്ത ഒരു പാർട്ടി ഉണ്ടായി വരുമെങ്കിൽ ഇങ്ങനെ ഒന്ന് തകർന്നു പോകുന്നതല്ലേ സാർ നല്ലത്? ഇത് തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം മലയാളിക്ക് താങ്ങാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞാനും മാഷ് ഇവിടെ ഇരിക്കുന്നു. ഇത് ഒരു കെട്ടുറപ്പോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ടുപേര് കയറി വരികയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ട്, ആ മോതിരം തരാൻ പറഞ്ഞാൽ കൊടുത്തേ പറ്റും. ആ ഒരു അവസ്ഥയിൽ ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഒരു വടക്കേട്ട് നല്ല വിഷയമാണ്, കൂത്തുപറമ്പിൽ ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു പോയി CPM-ന്റെ. ഇതേപോലെ മനുഷ്യന് ഉറങ്ങാനും ഇരിക്കാനും പറ്റാത്ത, വീടുകളിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് എൻ്റെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ CPM-നകത്ത് മനുഷ്യരാണല്ലോ, ആ മനുഷ്യരോട് നമുക്ക് സ്നേഹം വേണം. അവിടെയാണ് നമുക്ക് വികാരം വരേണ്ടത്. അവരും മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവിലാണ് CPM-കാരോട് പോലും, ആ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന CPM-കാരോട് പോലും നമുക്കൊരു സ്നേഹം വരേണ്ടത്. അവിടെ വികാരം വന്നിട്ട് അവരിലൊരു മാറ്റത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് അതിനകത്ത് ആശയപരമായ തെളിച്ചം ഉണ്ടാക്കണമെന്നോ? അതാണ് ഏറ്റവും നല്ല പ്രായോഗികമായ വഴി. അതൊരു വഴിയാണ് തീർച്ചയായിട്ടും. സാറ് അങ്ങനെ ഒരു നിലപാട് സൂക്ഷിക്കുന്നു തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെ ഒരു ക്ലാരിറ്റിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് സുധാകരൻ നിമിത്തമാകുമോ ആലപ്പുഴയിൽ? അതല്ല, പ്രത്യക്ഷത്തിൽ സുധാകരൻ സാറ് പറഞ്ഞ പോലെ ഈ വൈകാരികമായ പ്രകടനങ്ങൾ കൊണ്ട് സംഭവിക്കുക ആലപ്പുഴയിലെ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സാധ്യതകളെ ഈ തൊട്ടു മുമ്പിലുള്ള തെരഞ്ഞെടുപ്പിലെങ്കിലും പ്രതികൂലമായി ബാധിക്കുകയാണോ സംഭവിക്കുക? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും സുധാകരന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഓഫർ ചെയ്യാനുള്ള സാധ്യത കാണുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.